ഹായ് എവരിവൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ന്യൂ ജോബ് വാക്കൻസിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. LICയിൽ ന്യൂ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം. LIC ഹൗസ് ഫിനാൻസിൻ്റെ കീഴിലുള്ള ജൂനിയർ അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇതൊരു പെർമനൻറ്റ് ജോബാണ്. 200 വാക്കൻസികളാണ് ടോട്ടൽ ഉള്ളത്. ഈ 200 വാക്കൻസികളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 25 ജൂലൈ 2024 നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14 ഓഗസ്റ്റ് 2024. ഇതിനുള്ളിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 200 വാക്കൻസികൾ എവിടെയൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ആന്ധ്രാപ്രദേശിൽ വന്നിട്ടുണ്ട്, അവിടെ 12 വാക്കൻസിയാണ് ഉള്ളത്. അതുപോലെ തന്നെ ആസാം 5, ഛത്തീസ്ഗഡ് 6, ഗുജറാത്ത് 5, ഹിമാചൽ പ്രദേശിൽ 3, ജമ്മു ആൻഡ് കാശ്മീരിൽ 1, കർണാടകയിൽ 38, മധ്യപ്രദേശ് 12, മഹാരാഷ്ട്ര 53, പോണ്ടിച്ചേരി 1, സിക്കിം 1, തമിഴ്നാട് 10, തെലുങ്കാന 31, ഉത്തർപ്രദേശ് 17, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ 5 വാക്കൻസി. ഇങ്ങനെ 200 വാക്കൻസികളാണ് ടോട്ടൽ ഉള്ളത്. കേരളത്തിൽ വാക്കൻസി ഒന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് കേരളത്തിൽ വാക്കൻസികളൊന്നും വന്നിട്ടില്ലെങ്കിലും എക്സാം നിങ്ങൾക്ക് കേരളത്തിൽ വെച്ച് എഴുതാവുന്നതാണ്. കേരളത്തിൽ സെൻറ്റർ ഉണ്ടാകുന്നതാണ്. എക്സാം സെൻറ്റർ കേരളത്തിലുണ്ടാകും. ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റുകളിലേക്ക് പോവേണ്ടതായിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ എക്സാമുകൾ ഉണ്ടാകുന്നത് ഓൺലൈൻ വഴിയാണ്. ഏകദേശം ഇതിൻ്റെ എക്സാം വരുന്നത് സെപ്റ്റംബർ 2024 ആവുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പ്രായപരിധി 21 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ്. 21നും 28നും ഇടയിലുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ഗ്രാജുവേറ്റഡ് ആയിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഡിഗ്രിക്ക് അതുപോലെ തന്നെ 60% മാർക്ക് വേണമെന്നും പറയുന്നുണ്ട്. ഡിഗ്രി ഏതായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഡിഗ്രി മതി എന്നാണ് പറയുന്നത്. BA, BTech, BSc അങ്ങനെ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഡിഗ്രിക്ക് 60% മാർക്ക് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള മറ്റൊരു ക്വാളിഫിക്കേഷനാണ് കമ്പ്യൂട്ടർ ലിറ്ററസി വേണമെന്ന് പറയുന്നുണ്ട്. അതായത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് നോളേജ് ഉണ്ടാകണമെന്നാണ് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഹൈസ്കൂളിൽ നിന്നോ കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ പഠിച്ച ഒരു ITയുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പോസ്റ്റിലേക്കുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പ്രിഫേർഡ് ആണ്, നിർബന്ധമില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, കമ്പ്യൂട്ടറിൻ്റെ സ്കില്ല് വേണം. അതുപോലെ തന്നെ ഈ പോസ്റ്റിലേക്ക് സെലക്ഷൻ ചെയ്യുന്നത് ഓൺലൈൻ എക്സാമിനേഷനാണ്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ എന്നിവയിലൂടെയൊക്കെയാണ് നിങ്ങളെ സെലക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിലൊക്കെ എലിജിബിളായവർക്ക് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.